ഇറാൻ ഏറ്റവും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ബന്ദോബസ്താക്കിയിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ആരിഫ്സാർ, ഫോർദോയും, നതാൻസും, എസ്ഫാനും ഒക്കെ. അതായത് ആണവ കേന്ദ്രങ്ങൾ, ഇറാന്റെ തുറുപ്പുചീട്ട് കേന്ദ്രങ്ങളായിരുന്നു അവ. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് പലകുറി ഇറാന് മുന്നറിയിപ്പ്, ഭീഷണിയൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ഇറാൻ സുരക്ഷ കൂട്ടിയിട്ടുണ്ടെന്നും ആണവ കേന്ദ്രങ്ങൾ അറിയിച്ചാൽ വലിയ കനത്ത തിരിച്ചടി അമേരിക്കയായാലും ഇസ്രയേൽ ആയാലും നേരിടേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. ഇറാൻ തോറ്റിരിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇറാൻ ഇവിടെ തോൽക്കുമ്പോൾ ഇനി എന്താണ് മിഡിൽ ഈസ്റ്റിന്റെ ഭാവി? ഇറാൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ ആദ്യമേ ഒരു കൺഫ്യൂഷനുള്ളൊരു വിഷയമാണ് നിലവിൽ. അത് ഇപ്പോൾ പുതിയതായിട്ട് എന്തോ ഒരു സംഗതി തുടങ്ങിയ പോലെയാണ് പറയുന്നത്. യുദ്ധം ഇപ്പോൾ ആരംഭിച്ചു, അത് ഇസ്രായേൽ മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ നേരെ പോയി ആക്രമിക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ കാണുന്നൊരു നാരറ്റീവ്. അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയല്ല, ഇത് ഇപ്പോഴത്തെ ഒരു വിഷയം മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 7 എന്താണോ ഇറാൻ തുടങ്ങി വെച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേൽ നടത്തിയ ഒരു സ്ട്രാറ്റജിയും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയണം. എന്ന് വെച്ചാൽ ഒക്ടോബർ 7 ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘത്തെ ഈ ഗാസയിൽ നിന്നും പറഞ്ഞയച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഈ പ്രോക്സി വാർ എങ്ങനെയാണോ നടപ്പിലാക്കുക അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സംഗതികളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഇറാൻ്റെ നേതൃത്വത്തിൽ ഹമാസിനെ ഇളക്കി വിട്ടുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ഒരു അറ്റാക്ക് നടത്തുന്നത്. 1200ഓളം ആളുകളെയാണ് അന്ന് ഒറ്റ ദിവസം അവിടെ കണ്ണുമൂക്കുമില്ലാതെ വെടിവെച്ച് വന്നത്, ഒരു പ്രൊവക്കേഷനും ഇല്ലാതെ. അതുകൂടാതെ കുറേ പേരെ അവിടുന്ന് കൊണ്ടുപോയി 200-300ഓളം ആളുകളെ കൊണ്ടുപോയിട്ട് ബന്ദികളാക്കി വെച്ച് ഇന്നും അവരെ അവിടെ താവളങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരുടെ ശവശരീരം പോലും വിട്ടുകൊടുക്കാതെ എന്നിട്ട് കൊന്നുകളയുന്ന ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ട് വരെ വെടിവെച്ച് കൊല്ലുന്നു, കൈകൊണ്ട് കഴുത്ത് നേരിച്ച് കൊല്ലുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ ശവശരീരം വെച്ചുകൊണ്ട് ആഘോഷം നൃത്തമൊക്കെ നടത്തിയിട്ടാണ് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഈ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും പൊക്കി പിടിച്ചുകൊണ്ട്, അതുപോലെ ഡെത്ത് ടു അമേരിക്ക, അതുപോലെ ഡെത്ത് ടു വെസ്റ്റ്, അതുപോലെ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്ന സംഗതിക്കെതിരെ ഇങ്ങനെയുള്ള പല പല ആശയങ്ങൾ വെക്കുക. അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വലിയ വില കൂടിയ കുറേ മിസൈലുകളുണ്ട്, ഇതൊക്കെ വെച്ച് ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, ജൂതരാഷ്ട്രം ഉന്മൂലനം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയിരുന്ന കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രചാരണ വേലയുണ്ട്. ആ സംഗതിയുടെ ഒരു പരിണിത ഫലമാണ് ഇന്നിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വശം. ഇനി രണ്ടാമത്തത്, ഇവിടെ ഈ സംഗതി ഇപ്പോൾ ഒക്ടോബർ 7 ഇത് തുടങ്ങി വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നുള്ളതാണ്. നമുക്കറിയാം, സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളുമായിട്ടും ഇസ്രായേൽ ബന്ധം സ്ഥാപിച്ച് വളരെ ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അബ്രഹാം അക്കോർഡ്സിന് ശേഷമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു മേഖലയിൽ ഓരോരോ രാജ്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് മിഡിൽ ഈസ്റ്റിൽ UAE ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ, അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഓരോ രാജ്യവുമായിട്ട് വരുമ്പോൾ ഒക്ടോബർ 7 വിഷയം നടക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകുന്ന അതിനുവേണ്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന വേളയിലാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെ തകർക്കുക, ആ ഒരു സംഗതി അവിടെ സബോട്ടാഷ് നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ കാര്യം? കാരണം സൗദി എന്ന് പറയുന്നത് ഒരു സുന്നി ഭൂരിപക്ഷ അല്ലെങ്കിൽ സുന്നികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൂടാതെ ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചുതണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുന്നികളുടെ കയ്യിലാണ്. അതേസമയം ഇറാൻ എന്ന് പറയുന്നത് ഷിയാക്കളാണ്. അപ്പോൾ ഇവർ തമ്മിൽ തന്നെ ബദ്ധവൈരികളാണ്. അത് തുടക്കകാലമല്ല, 1400 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വൈര്യമാണ് നമുക്ക് ഓർക്കാം. മുഹമ്മദ് നബി അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ ശവശരീരം കുഴിച്ചിടുന്നതിന് മുന്നേ തുടങ്ങിയ ആ ഒരു വൈര്യം, അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുന്നി ഷിയ തർക്കം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്നത്. അതായത് മുഹമ്മദ് നബിക്ക് ശേഷം അടുത്ത ഖലീഫ ആരാകും എന്ന തർക്കം. ഒരു കൂട്ടം ആളുകൾ അലിയുടെ കൂടെ നിൽക്കുന്നു, മറ്റൊരു കൂട്ടം ആളുകൾ ഇപ്പുറത്ത് അബൂബക്കറിന് ഉമറിൻ്റെ കൂടെ നിൽക്കുന്നു. അന്ന് തുടങ്ങിയ ചേരി തിരിഞ്ഞുള്ള പരസ്പര യുദ്ധം, അതിൻ്റെ പേരിൽ അവർ പരസ്പരം തല്ലിക്കൊന്ന് പരസ്പരം ഇല്ലാതെയാവുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരസ്പരം തല്ലിക്കൊന്ന് തീർക്കുകയാണ് ചെയ്തത്. അതാണ് ഇന്ന് ഈ കാണുന്ന ഈ ഷിയ സുന്നി തർക്കം എന്ന് പറയുന്നത്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തൊന്നും അത് തീരാനും പോകുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു സംഖ്യ ഇല്ലെങ്കിൽ പോലും, ഒരു അമേരിക്ക ഇല്ലെങ്കിൽ പോലും, ഒരു ജൂതനില്ലെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള തർക്കം തീരാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു പവർ ഡൈനാമിക്സിൽ അവരുടെ ഭരണം സ്ഥാപിക്കാനും അത് നിലനിർത്താനും അവരുടെ കൂടെ ആളുകളെ പിടിച്ചു നിർത്താനും വേണ്ടിയിട്ട് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാദമാണ് ഒരു കോമൺ എനിമിയെ വെക്കുക എന്നുള്ളത്. ആ കോമൺ എനിമി എന്ന് പറയുന്നത് വെസ്റ്റാണ്, ആ കോമൺ എനിമി എന്ന് പറയുന്നത് ഇസ്രായേലാണ്, ആ കോമൺ എനിമി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടാണ് അവരുടെ നാട്ടിൽ ഈ ഖൊമേനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ റെലവൻ്റായി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ആരാണ്? അത് ഇറാനിയൻ ജനതയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ ചാനലിൽ ഒരു ഇറാനിയൻ ആക്ടിവിസ്റ്റ്, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്, ആൾ UK അഭയമൊക്കെ തേടി അവിടെയാണ് ജീവിക്കുന്നത്. കുറേ ആളുകളുണ്ട് അതുപോലെ ജീവിക്കുന്ന, ഇറാനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുള്ള ആളുകൾ. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുകയും അതിൽ ഈ യൂനസ് എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം ഭാവിയിൽ UK പൊളിറ്റിക്സിലൊക്കെ വലിയ ഒരു ഭാഗമാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം നമ്മളെ ചാനലിൽ വന്നപ്പോൾ പിണറായി വിജയന് ഒരു സന്ദേശം വരെ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. പിണറായി വിജയന്, അതായത് ഇവിടുത്തെ ഇടതുപക്ഷം ഈ ഇറാനിൻ്റെ കൂടെ നിൽക്കുന്നു, ഇറാനിയൻ ഈ റെജീമിൻ്റെ കൂടെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവാതെ. കാരണം ഇറാനിയൻ ജനത നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ കൂടെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനിയൻസിന് വേണ്ടാത്ത അവിടുത്തെ റെജീമിനെ ഇവിടുത്തെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ തന്നെ ഇതിലൊരു കാര്യം വ്യക്തമാണ്. ഇവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, പിണ്ണാക്കും അറിയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്ന അതാണ്. ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളത് തന്നെയാണ്. മഹ്സാമീനിയുടെ വിഷയം മുതൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലൊരു ഭാവിയിലെ ഒരു ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അവിടെ നിലനിൽക്കുന്ന സമാധാനത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന രീതിയിലേക്ക് മിഡിൽ ഈസ്റ്റ് മാറുമ്പോൾ അതിന് വലിയ തോതിൽ വിലങ്ങുതടിയാകുന്ന ഒരു ശക്തിയായിട്ട് ഒരു ഭീകര സംഘടനകളെ വളർത്തുന്ന, പ്രോക്സികളെ വളർത്തുന്ന, ഒരു രണ്ടാം ഹിറ്റ്ലർ എന്നുള്ള രീതിയിൽ വരെ പേരെടുത്തൊരു വ്യക്തിയായ ഈ ഖൊമേനി അവിടെ ഉള്ളപ്പോൾ മിഡിൽ ഈസ്റ്റിന് അത് വലിയൊരു ഭീഷണി തന്നെയായിരുന്നു. അതിലേറ്റവും പ്രധാനമാണ് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഈ അറ്റാക്ക്, ഈ ന്യൂക്ലിയർ സൈറ്റ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇന്നലെ അത് ബോംബിട്ടു, ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സ് അവിടെ വർഷിച്ചു എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ഒരു വലിയ ഹൈപ്പൊക്കെ വരുമ്പോൾ എന്താണ് അതിൻ്റെ ഇത്ര പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ആയുധം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലോകത്ത് പല രാജ്യങ്ങളുടെ കയ്യിലുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇറാനിന് അത് ആയിക്കൂടാ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഒരു എന്താ പറയുക വളരെ നിഷ്കളങ്കമായ എന്ന രീതിയിൽ ചോദിച്ചു വെക്കുന്നത്. എന്താ ഇറാന് അത് വെച്ചാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി കേൾക്കേണ്ടി വരിക. കാരണം എന്താണ്, ഈ പറയുന്ന എത്ര രാജ്യങ്ങളുടെ കയ്യിൽ അണുവായുധം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ ഈ പറയുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ഊഹിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് അതിനകത്തൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇറാൻ്റെ കയ്യിൽ അണുവായുധം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അവർ ഈ സാധനം വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ വെല്ലുവിളിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് നിരന്തരം കണ്ടതുകൊണ്ടാണ് നിങ്ങളത് അറിഞ്ഞത്. അല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഊഹിച്ചതോ അല്ല. ഇറാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളൊരു ന്യൂക്ലിയർ പവറാണ്, ഞങ്ങളോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തം ജനതയെ ഇതുപോലെ കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാക്കി. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെയും വരുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ പവറാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയുണ്ട് എന്ന് പറയുന്ന രീതി. അതല്ലെങ്കിൽ ഇവിടെ എനർജി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകൾ എന്തിനാണ് മല ഇടുക്കുകൾക്കിടയിൽ അടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നത്? നമ്മളൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ ന്യൂക്ലിയർ റിയാക്ടറും അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഹിമാലയ സാനുക്കളുടെ ഉള്ളിലല്ലല്ലോ നമ്മളിത് കൊണ്ടുപോയി ചെയ്യുന്നത്. ഇത് പുറത്ത് നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ട് ചെയ്യുന്ന രീതി അത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒളിച്ചും പാത്തും ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ ഈ ആണവ ഒബ്സർവറായിട്ടുള്ള അതിൻ്റെ ഒരു അന്താരാഷ്ട്ര സംഘടന അവരുടെ ആ ഇടപെടലിലൂടെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? ഇറാൻ ലോകം നിഷ്കർഷിച്ചിട്ടുള്ള ബാക്കിയുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ ന്യൂക്ലിയർ പവർ ഈ പറയുന്ന എനർജി ആവശ്യങ്ങൾക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഈ ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കണ്ടെത്തൽ, അതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത്. അങ്ങനെ കണ്ടെത്തുമ്പോൾ ഇറാൻ എന്താ അതിന് മറുപടി കൊടുക്കുന്നത് അതില്ല, നിങ്ങൾ തെളിയിക്കൂ എന്നൊന്നുമല്ല മറുപടി കൊടുക്കുന്നത് നിങ്ങൾ ഞങ്ങളെ കുടി ചാടിച്ചു, ഇനി യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മാഫിയ ഗുണ്ട നേതാവിനെ പോലെയാണ് ഇവിടെ ഖൊമേനി അതിന് മറുപടി കൊടുക്കുന്നത്. അതെന്താ സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് അവരുടെ കള്ളത്തിന് കൈയോടെ പിടികൂടിയപ്പോൾ അതിനോടുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര സംഘടനയെ പോലും ഇവർ കാണുന്നത് ഒരു നേരിടുന്നത് ഒരു മാഫിയ നേതാവിനെ പോലെയാണെന്ന് വരുന്നിടത്ത് തന്നെ ഇവരുടെ കയ്യിലുള്ള ഈ കള്ളത്തരവും ഇവരുടെ ഇത്തരത്തിലുള്ള മാഫിയ തരവും അത് പുറത്തു വരികയാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ പറയുന്ന ഇറാനിനെ ലക്ഷ്യം വെക്കാൻ ഇന്നത്തെ കാരണം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുക, ഭീഷണിപ്പെടുത്തുക, എനർജി ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റി അവിടെ അതിലേർപ്പെട്ടിട്ട് അത് ആരും അറിയാതെ മലയിടുക്കുകളിൽ വരെ ഇതുപോലെ രഹസ്യമായിട്ട് ഇത് ആയുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാക്കി മാറ്റുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അവരുടെ റെജീം സ്വന്തം നാട്ടുകാരെ കൊന്നു തള്ളുന്നതും, അതുകൂടാതെ ഈ പ്രോക്സികളെ വെച്ചുകൊണ്ട് ഒക്ടോബർ 7 അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും അതിന് ഞങ്ങളുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽസ്, ഈ പറയുന്ന ഒരു ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോമീറ്ററിൽ താഴെയാണ് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ
ഈ എന്താണ് സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽസ് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഇസ്രായേലിലേക്ക് വിട്ട് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ എത്തുന്നു എന്ന് വരുമ്പോൾ അത് ഇസ്രായേലിന് എത്രമാത്രം ഭീഷണിയാണെന്ന് ആലോചിക്കുക. ഒന്നത്. രണ്ട്, ഇനിയിപ്പോൾ ന്യൂക്ലിയർ പവർ ഉണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് ഇസ്രായേൽ അവർ വർഷിച്ചാൽ അത് ഇസ്രായേലിനെ മാത്രമാണോ അത് അഫക്റ്റ് ചെയ്യുക? ഇത് മിഡിൽ ഈസ്റ്റിനെ മൊത്തം ഇല്ലാതെയാക്കുന്ന കാര്യമാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ചെറിയ ജില്ലയുടെ വലിപ്പമേ ഉള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പകുതിയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. അത്രമാത്രമുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇസ്രായേലിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് തൊട്ടപ്പുറത്തുള്ള ഈ ഗാസ പോലും ഇല്ലാതെയാക്കും, വെസ്റ്റ് ബാങ്ക് പോലും ഇല്ലാതെയാക്കും എന്ന് വരുമ്പോൾ ഇവരുടെ ലക്ഷ്യം സത്യത്തിൽ ഗാസയാണോ വെസ്റ്റ് ബാങ്കാണോ? നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ്. ഇസ്രായേലിൽ ഒരു ന്യൂക്ലിയർ അണുവർഷം അവിടെ നടത്തിയാൽ അത് ഗാസയെയും വെസ്റ്റ് ബാങ്കിനെയും അടക്കം ഇല്ലാതെയാക്കും എന്ന് പറയുന്നിടത്താണ് ഇതൊക്കെ എങ്ങനെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോകേണ്ടത്. ജെറൂസലമിനെ ഇവർ തിരിച്ചു പിടിക്കും, പള്ളി അവിടെ പണിയുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അൽ അക്സ പള്ളി അവിടെ ഉണ്ട്, അത് ഞങ്ങളുടെ പുണ്യഗേഹമാണെന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിൽ നിങ്ങളൊരു അനുഭവം വിട്ടാൽ ഈ അൽ അക്സയ്ക്ക് എന്ത് സംഭവിക്കും? ഇത് നമ്മൾ ചോദിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇവരുടെ ലക്ഷ്യം ഈ അൽ അക്സയോ ഈ പാലസ്തീനിയൻസോ ഈ പറയുന്ന ഗാസയോ ഈ വെസ്റ്റ് ബാങ്കോ ഒന്നുമല്ല. ഇവരുടെ ലക്ഷ്യം ജൂതനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ മനസ്സിലാക്കിയ വ്യക്തികൾ എന്നുള്ള രീതിയിൽ, ആ രാജ്യം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നതും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നതും G7 രാജ്യങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചതും അതും കൂടാതെ ഇറാനിയൻ ജനത ഈ പറയുന്ന പ്രവൃത്തികൾക്ക് കൂടെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ, ഈ ഒരു മാറ്റം മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നത് മനസ്സിലാക്കാതെ, ഇറാൻ എന്ന് പറയുന്ന ഒരു ആ രാജ്യത്തുള്ള ഇത്തരം ഒരു തെമ്മാടിക്കൂട്ടമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന അവിടുത്തെ റെജീമിനെ താഴെ ഇറക്കുക എന്നുള്ളത് അത് മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യമായിട്ട് മാറുകയാണ്. അതിനുമുപരി അത് ലോകത്തിൻ്റെ മൊത്തം ഒരു ആവശ്യമായിട്ട് മാറുകയാണ്. എല്ലാറ്റിനും ഉപരി ഇറാനിയൻസിനെ രക്ഷിക്കുന്നതിന് പകരം യുറേനിയത്തിനെ രക്ഷിക്കുന്ന ഈ ഒരു നടപടി അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ രക്ഷിക്കേണ്ടത് ഇറാനിയൻസിനെയാണ്, യുറേനിയത്തെ അല്ല എന്നുള്ളതാണ് അവിടെ തിരിച്ചറിവ്. അതുപോലും ഇല്ലാതെ ഇത്തരം ചെയ്തികൾ ചെയ്തു വെച്ച് സ്വന്തം ജനതയെ പോലും കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു രാജ്യം ഈ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് വെച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഇതിനൊക്കെ എതിർക്കേണ്ടത് ലോക ജനതയുടെ ബാധ്യതയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും അറബ് രാഷ്ട്രം ഇറാനിന് വേണ്ടിയിട്ട് സംസാരിക്കണമെന്ന് നിങ്ങൾ കണ്ടോ? കാണില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്കറിയാം ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണ്, ഇസ്രായേൽ ചെയ്യുന്നത് അവർക്കും കൂടി ഗുണമുള്ള കാര്യമാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് നേരിട്ട് ശബ്ദിച്ചില്ലെങ്കിൽ പോലും ഇറാനിന് വേണ്ടിയിട്ട് ശബ്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് അത് തന്നെയാണ്. സൗദി അറേബ്യ ഒന്നും വേണ്ടിയിട്ടില്ല, അവർക്ക് ചെറിയ തോതിൽ അത് അപലപനം ഒക്കെ നടത്തുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഡ്രോൺ അറ്റാക്ക് തുടക്കത്തിൽ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് വിട്ട സമയത്ത് ജോർദാൻ അവരുടെ എയർ സ്പേസിൽ കടന്നു വന്നിട്ടുള്ള ഇറാനിയൻ ഡ്രോൺസ് വെടിവെച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ അവരത് വെടിവെച്ചിട്ടുണ്ട് അവരുടെ എയർ സ്പേസിൽ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൽ കറങ്ങി തിരിഞ്ഞ് വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ ഇത് നമ്മളുടെ പൊതുശത്രുവായ ജൂതന് നേർക്ക് പോകുന്ന ഡ്രോണാണല്ലോ, നമ്മളുടെ എയർ സ്പേസിൽ കയറിയാൽ എന്താ, അതൊരു ശരിയായ ഒരു ജിഹാദി ഒരു പ്രവർത്തനത്തിന് പോകുന്ന ഡ്രോണല്ലേ, പൊയ്ക്കോട്ടെ എന്നല്ല അവർ ചിന്തിച്ചത്. അവരതിന് വെടിവെച്ചിടുക ചെയ്തത്. കാരണം അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് ലോകം സമാധാനത്തിലേക്കാണ് പോകുന്നത്. മിഡിൽ ഈസ്റ്റ് പ്രത്യേകിച്ചും സമാധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ ഒരു നല്ല ജീവിതം അവിടെ ഉണ്ടാകും. മിഡിൽ ഈസ്റ്റ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറും. ആ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വഴിവെക്കും. മുന്നേ തുടങ്ങി വെച്ച സമാധാന ശ്രമങ്ങൾ അബ്രഹാം അക്കോർഡ്സിന് ശേഷം അത് കൂടുതൽ അതിൻ്റെ പ്രവൃത്തി അത് കംപ്ലീറ്റ് ചെയ്യാനും കൂടുതൽ സമാധാന ശ്രമങ്ങൾ വ്യാപിപ്പിക്കാനും കൂടുതൽ രാജ്യങ്ങൾ അതിനകത്തേക്ക് വരാനും സൗദി അടക്കമുള്ള രാജ്യങ്ങൾ അത്തരം ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാനും അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനുള്ളത്. എന്തായാലും ആരിഫ് സാർ പറഞ്ഞതുപോലെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ള ഒരു ചുവടുവയ്പിലേക്ക് അമേരിക്കയും ഇസ്രയേലിന്റെ ഭാഗമാകുന്നു എന്ന് വേണം കരുതാൻ. 3 ആണവ കേന്ദ്രങ്ങൾ തകർന്നിരിക്കുന്നു. ഇറാനിനെ എങ്ങനെ തിരിച്ചടിക്കും എന്നതൊക്കെയാണ് ലോകം നോക്കുന്നത്. തിരിച്ചടിക്കാൻ ഇറാന് സാധിക്കുമോ എന്നതും വലിയൊരു ചോദ്യമാണ്. ആരിഫ് സാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഖമേനി യുഗം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇതിലൂടെ അമേരിക്കയും ലക്ഷ്യമിടുന്നത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് മാത്രമായിരിക്കാം ഇസ്രയേൽ ഇറാൻ ടെൻഷനെ അപലപിക്കുന്നു എന്ന് മാത്രം UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ അത്തരം പ്രസ്താവനകളിൽ മാത്രം ഒതുക്കിയത്. മുസ്ലിം രാജ്യങ്ങൾ പോലും അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ പോലും ഇറാന് വേണ്ട ഒരു പിന്തുണ നൽകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.